നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പാലക്കാട് മണ്ഡലം ബി.ജെ.പിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പാർലമെന്റ് ഇലക്ഷൻ നടന്ന സമയത്ത്, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ 20% വോട്ടുകൾ നേടിയെടുത്ത ചരിത്രപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഈ 2024 നടന്നിരിക്കുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൂടി നോക്കുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രത്യേകതയുണ്ട്. ബി.ജെ.പിക്ക് പ്രത്യേകിച്ച് ഒരു സ്വാധീനവും ഉണ്ടാവാത്ത അല്ലെങ്കിൽ ഉണ്ടാകാതിരുന്ന പല മണ്ഡലങ്ങളിലും ഇത്തവണ വോട്ടിന്റെ അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം ഇരട്ടിയാക്കിക്കൊണ്ടാണ് ബി.ജെ.പിയുടെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ ചരിത്രം ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ, അത് കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ വനിതാ തീപ്പൊരി നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രനുമാണ്. ഇവർ രണ്ടുപേരും എവിടെയാണോ മത്സരിക്കുന്നത് അവിടെ ഇരട്ടിയിലധികം വോട്ടുകൾ നേടിക്കൊണ്ട് ബി.ജെ.പിക്ക് വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം എപ്പോഴും ഇവരുടെ ഭാഗത്തുണ്ടാവും. അത് ഈ പ്രവർത്തകർക്ക് ഇവരോടുള്ള ഒരു വലിയ താല്പര്യവും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ ഒരു കരുത്തരായിട്ടുള്ള രണ്ട് നേതാക്കന്മാരും എന്നുള്ള രീതിയിൽ തന്നെയാണ് ജനങ്ങൾ എപ്പോഴും ഇവരെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ ഇവരുടെ സ്ഥാനാർത്ഥിത്വത്തെ ജനങ്ങൾ ഒരു വലിയ വിജയം തന്നെ സമ്മാനിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് വോട്ട് ചെയ്യാറ്. പക്ഷെ രണ്ടുപേർക്കും പലപ്പോഴായിട്ട് പല മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ വിജയിക്കാനുള്ള ഒരു വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. പക്ഷെ മഞ്ചേശ്വരത്ത് 89 വോട്ടിന് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് ഒരു വലിയ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വട്ടവും ഇതുപോലെ തന്നെ ചെറിയൊരു വേരിയേഷനാണ് അദ്ദേഹം തോറ്റത്. പക്ഷെ ഈ കെ സുരേന്ദ്രനെ പോലെ തന്നെ മറ്റൊരു തീപ്പൊരി നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ വലിയ ഒരു പ്രധാനപ്പെട്ട ഘടകം, അത് അവരുടെ വ്യക്തി സ്ത്രീ എന്നുള്ള രീതിയിലും ബി.ജെ.പിയുടെ ഒരു വലിയ ഒരു മുഖം അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു നേതൃത്വം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാൻ പലപ്പോഴായിട്ട് തയ്യാറാകുന്നത്. അതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് ഇത്തവണ അവര് ഈ ആലപ്പുഴയിൽ മത്സരിച്ച സമയത്ത് കാണാൻ സാധിക്കും. 1,48,000 വോട്ടുകളോളം മാത്രമാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിച്ചത്. പക്ഷെ ഇത്തവണ ശോഭാ സുരേന്ദ്രനായപ്പോൾ 2,99,500 വോട്ടുകൾ നേടിക്കൊണ്ട് ഒരു ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. പല മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് അല്ലെങ്കിൽ പല പഞ്ചായത്തുകളിലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. അവിടുത്തെ LDF-ന്റെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ വലിയ മുന്നേറ്റത്തോടുകൂടി പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അവിടെ കോൺഗ്രസ് ജയിക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ശോഭാ സുരേന്ദ്രന് ഇത്തവണ പാലക്കാട് ബി.ജെ.പി സ്ഥാനാർത്ഥിയാക്കാനുള്ള എല്ലാവിധ തീരുമാനത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു MLA സൃഷ്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ബി.ജെ.പി വിജയിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി വിജയം എന്നുള്ളത് ബാലികേറാ മലയൊന്നുമല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ബി.ജെ.പിയുടെ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മനസ്സിലായിരിക്കുന്നു. ഞങ്ങളൊന്ന് ആഞ്ഞു പരിശ്രമിച്ച് കഴിഞ്ഞാൽ ഇവിടെ വിജയം എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, അത് പിടിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ LDF UDF ഒക്കെ ഒന്നിച്ചു നിന്നാൽ വേണമെങ്കിൽ ഞങ്ങളെ പരാജയപ്പെടുത്താം. നിഷ്പക്ഷമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവർ അവരുടെ വോട്ടുകൾ അല്ലെങ്കിൽ അവർ അവരുടെ സ്വാധീനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജയിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് ശ്രമം നടത്തി കഴിഞ്ഞാൽ അവിടെ ബി.ജെ.പിക്ക് വ്യക്തമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ബി.ജെ.പിക്ക് അവിടെ വിജയിച്ച് കയറാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുള്ള പല മണ്ഡലങ്ങളും ഇന്ന് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രധാനമാണ് നമ്മുടെ പാലക്കാട്. ഈ പാലക്കാടിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ 2011 കേവലം 16% വോട്ടുകൾ മാത്രമാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അത് 2016 ആയപ്പോൾ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയും ഈ 16% നിന്നും വലിയ ഒരു കുതിച്ചുചാട്ടം എന്ന് വെച്ചാൽ ഏകദേശം ഈ 16-ൽ നിന്ന് 12% വോട്ടുകൾ 13% വോട്ടുകൾ വർദ്ധിപ്പിച്ച് 29% വോട്ടുകളാക്കി ബി.ജെ.പിയോടെ മാറ്റുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് പരിചയക്കുറവുള്ള ഒരു സ്ഥലമൊന്നുമല്ല, അല്ലെങ്കിൽ ബി.ജെ.പി നേതാവിന് പരിചയക്കുറവുള്ള സ്ഥലമല്ല പാലക്കാട്. ഒരു വലിയൊരു കുതിച്ചുചാട്ടം ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയതാണ്. ആ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി പോലും ബി.ജെ.പി 1ാം സ്ഥാനത്തെത്തുകയും ബി.ജെ.പിക്ക് പിന്നീട് 2 ഘട്ടങ്ങളിലായിട്ട് മുനിസിപ്പാലിറ്റി ഭരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതിന് സാധിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ എല്ലാം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിന്, ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനത്തിന്, അത് ഈ ഒരു സ്വാധീനം തന്നെയാണ് വലിയൊരു ഗുണമായിട്ട് മാറിയത്. അപ്പൊ രണ്ടാമതിപ്പോ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ 2-3 മാസങ്ങൾക്കിടയിൽ എന്തായിരിക്കും പാലക്കാട് സംബന്ധിച്ച്? ഇപ്പോ 2011 16% ഉണ്ടായിരുന്ന വോട്ട് അത്
16 അത് 29% അതിനുശേഷം നടന്ന ഈ 2021 തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ അവിടെ സ്ഥാനാർത്ഥിയായി ശ്രീധരൻ സാറുടെ സ്ഥാനാർത്ഥിയായ സമയത്ത് BJP അതിലും വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കി 35% കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകുന്ന അവസ്ഥയായിരുന്നു. അപ്പോ വലിയ മുന്നേറ്റം. മൊത്തത്തിൽ ഈ കഴിഞ്ഞ ഒരു 3 വട്ടത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ BJP അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി തന്നെയാണ്. അപ്പോ ഇത്തവണ അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതോടു കൂടി പാലക്കാട് നിയമസഭാ മണ്ഡലം BJPയുടെ കൈകളിൽ സുരക്ഷിതമായിട്ട് ലഭിക്കും, BJPക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു അവസ്ഥയാണ്. ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഷാഫി ഒരു ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ് എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഈ ശ്രീധരനെ പോലും പരാജയപ്പെടുത്താൻ സാധിച്ചു. കൂട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ നിരവധി വോട്ടുകൾ BJP അവിടെ വിജയിക്കാൻ പോകുന്നു എന്നുള്ള അവസ്ഥ വന്ന സമയത്ത് ഈ 2021 പോലും കോൺഗ്രസിലേക്ക് മറിയുന്ന സാഹചര്യം ഉണ്ടായി. അവരുടെ സ്വാധീന മേഖലയിൽ ഇടതുപക്ഷത്തിന് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് BJPയിലേക്കല്ല, അത് കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പാലക്കാട് ഇത്തവണ BJP നിഷ്പ്രയാസം പിടിച്ചെടുക്കും എന്നുള്ള തർക്കമില്ല. പിന്നെ BJPയുടെ ഉള്ളിലെ ഉൾപോരുകൾ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ വട്ടത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒന്ന് പരിശോധിച്ചാൽ ഓരോ നേതാക്കന്മാരും വളരെയധികം വലിയ രീതിയിൽ പക്വതയോടുകൂടി തന്നെ അവരുടെ സംഘടനാ പ്രവർത്തനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർ ഏത് ഭാഗത്താണ് പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തന മേഖലയിലെ കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് പരിശോധിച്ച് അവിടെ എന്താണ് ന്യൂനതയുള്ളത് ആ ന്യൂനതകൾ നികത്തിക്കൊണ്ടായിരുന്നു മുന്നോട്ട് പോകുന്നത്. അപ്പോ തമ്മിത്തല്ല് അല്ലെങ്കിൽ BJPയുടെ ഗ്രൂപ്പ് കളികൾ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് മാറ്റി വെക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇത്തവണ പാർലമെന്റ് ഇലക്ഷനിൽ അങ്ങനെ ഒരു സംഭവം തന്നെ നമ്മൾ ആരും തന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കൃത്യമായിട്ട് പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോ BJP ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം അടുത്ത 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക. അതിനു മുന്നേ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കി. ഇനി ഉപതെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ പാലക്കാട് വിജയിക്കുകയും ചേലക്കര വിജയിക്കാൻ വേണ്ടിയുള്ള വലിയൊരു പോരാട്ടം നടത്തുകയും എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം. ആ വലിയ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഒരു 30% വോട്ടുകൾ, 25 മുതൽ 30% വരെ വോട്ടുകൾ ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ BJP കേരളത്തിൽ ഒരു വലിയ സ്വാധീനമാകുന്നു അല്ലെങ്കിൽ ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവിടെ UDFനെയും LDFനെയും വലിയൊരു സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പാലക്കാട് എങ്ങനെയെങ്കിലും BJPക്ക് അവിടെ ആ സീറ്റ് നേടിയെടുക്കുക, 0 സീറ്റായിട്ടുള്ള നിയമസഭയിൽ ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. പല ഘട്ടങ്ങളിലായിട്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് BJPക്ക് വലിയ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. രാജഗോപാൽ നെയ്യാറ്റിൻകരയിൽ മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് BJPക്ക് ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ സാധിക്കുക, ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതിനുശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ നടന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലെല്ലാം BJPക്ക് വലിയ രീതിയിലുള്ള ഒരു ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ BJPയുടെ സംഘടനാ സംവിധാനവും നിലവിൽ ഭരണവിരുദ്ധ വികാരവുമെല്ലാം പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ BJPക്ക് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ കുതിച്ചുചാട്ടം തന്നെയാണ് കേരളത്തിൽ BJP പ്രതീക്ഷിക്കുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് ഒരു അട്ടിമറി വിജയം എന്നുള്ള രീതിയിൽ തന്നെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനകീയനായിട്ടുള്ള ഒരു നേതാവിനെ പിടിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഗ്രാമങ്ങൾ പോലും തകർത്ത് തൂത്തുവാരി എറിഞ്ഞുകൊണ്ട് BJPക്ക് ഒരു വമ്പൻ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഈ മുന്നേറ്റം തന്നെയാണ് പാലക്കാട് BJP പ്രതീക്ഷിക്കുന്നത്. പാലക്കാട്ടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നിരന്തരമായിട്ട് മാറി മാറി വോട്ട് ചെയ്തിരുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലെങ്കിൽ LDFും UDFും അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടും. മറ്റ് പല കേരളത്തിലെ സ്ഥലങ്ങളെ അപേക്ഷിച്ച് പാലക്കാട് വലിയ കുഗ്രാമങ്ങൾ നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വികസനം തന്നെ എത്താത്ത വികസന മുരടിപ്പിന്റെ ഗ്രാമങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഇതെല്ലാം ഇടതുപക്ഷത്തിന്റെ കൈകളിലുള്ള ഒരു പാർട്ടി ഗ്രാമങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അവരുടെ കൈവശം ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങളൊക്കെ ഇപ്പൊ മാറി ചിന്തിക്കുകയാണ്, ഞങ്ങൾക്ക് മാറ്റങ്ങളാണ് വേണ്ടത്. ആ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തക്കതായിട്ടുള്ള മികച്ച ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വോട്ടുകൾ കൃത്യമായിട്ട് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കോ നൽകാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാടുകളാണ് ഈ
16 മുതൽ അവിടെ ബി.ജെ.പിക്ക് ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നില അനുസരിച്ച് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ബി.ജെ.പി സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി തന്നെ, അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞാൽ അവിടെ ബി.ജെ.പിക്ക് നിഷ്പ്രയാസം അവിടെ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ സംഘടനാതല പ്രവർത്തനങ്ങളെല്ലാം മികച്ച രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബൂത്ത് തലത്തിൽ പല കുറവുകളും ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ബൂത്തുകൾ പോലും ഇല്ലാത്ത പല സ്ഥലങ്ങളിലും ബൂത്ത് തല പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു, കാര്യകർത്താക്കളെ സൃഷ്ടിക്കപ്പെടുത്തുന്നു, അതോടൊപ്പം തന്നെ ഗൃഹസമ്പർക്കങ്ങൾ നടത്തുന്നു. വലിയ ഒരു മാറ്റം, ഒരു ഏകീകരണ സ്വഭാവത്തോടു കൂടി എണ്ണയിട്ട യന്ത്രം പോലെ ബി.ജെ.പിയുടെ കേരളത്തിലെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. അതിന് ഉദാഹരണമായിട്ട് തൃശ്ശൂരും പാലക്കാടും ഇപ്പോൾ മാറുകയാണ്. തൃശ്ശൂരിന് പുറമെ പാലക്കാടും ചേലക്കരയും മാറുകയാണ്. വയനാട്ടിലെ സ്ഥിതി നമ്മൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. എങ്ങനെയാണെങ്കിലും പാലക്കാട് വലിയ ഒരു നേട്ടമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബി.ജെ.പി മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി അത് ശോഭാ സുരേന്ദ്രൻ തന്നെയാകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഉയർന്നു വരുന്നത് എന്നുള്ള ഒരു വിഷയം മാത്രമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്. ദിബില്ല, ഹസിബുദ്സ്.